ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ പഴം കൊണ്ടുള്ള നന്നായിട്ട് പഴുത്ത ചെറുപഴമോ ഏത്തപ്പഴമോ ഏതാണെങ്കിലും കുഴപ്പമില്ല, പഴം കൊണ്ട് റെഡിയാക്കിയ നല്ല പഞ്ഞി പോലുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ടാതെ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഒന്ന് കറക്കി നമ്മുടെ ചീനച്ചട്ടിയിൽ റെഡിയാക്കിയ നല്ല അടിപൊളി കേക്ക് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാൻ പറ്റില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പഴം കൊണ്ടുണ്ടാക്കിയ കേക്കിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുന്ന അതൊരിക്കലെങ്കിലും കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പഴം കേക്കിന് മെയിനായിട്ട് വേണ്ടത് പഴം തന്നെയാണ്. ഞാനിവിടെ ചെറുപഴം ആട്ടോ എടുത്തിരിക്കുന്നത്. 3 പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. കണ്ടത്, തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് പഴുത്ത പഴം വേണം നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഏത്തപ്പഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴം ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പക്ഷേ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തതായി ഇതേപോലെ തൊലിയൊക്കെ കറുത്ത പഴം വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എടുത്തിരിക്കുന്ന പഴം ചെറിയതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുവാണ്. തീരെ ഒന്നും ചെറുതാക്കണ്ട, നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഇങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാനുള്ളതാണ്. കണ്ടതാ, നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പഴമൊക്കെ. അപ്പോൾ നമ്മുടെ പഴം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ആദ്യമേ നമ്മളങ്ങ് മാറ്റി കൊടുക്കുവാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണം കേട്ടോ, അല്ലാതെ തന്നെ ഇങ്ങ് അരച്ചെടുത്താൽ മതി. ശരിക്കും ഇങ്ങ് പഴുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു വന്നോളും. അപ്പോൾ ഇനി ബൗളിലാണ് ബാക്കിയെല്ലാം മിക്സിങ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് മതിയാവും. പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇത്രയും പഞ്ചസാര മതിയാവും. പാകത്തിനാട്ടോ. ഒരുപാടങ്ങ് മധുരം കൂടുതലുമില്ല, തീരെ കുറവുമില്ല. 2 ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. കണ്ടത്, ഇതേപോലെ നമ്മുടെ പഞ്ചസാര ഇങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമ്മുടെ ഈ പഞ്ചസാരയുടെ മിക്സിലേക്ക്, അതായത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്കാണ് ബാക്കി എല്ലാ ചേരുവകളും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് പുറത്തിറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ വലിയ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്നിങ്ങ് അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഈ സമയം ചേർക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് നമ്മുടെ മിക്സിയിലേക്കാണ് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഈ മുട്ടയുടെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല, റിഫൈൻഡ് ഓയിൽ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ അങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം കൂടി നമ്മുടെ പഴത്തിൻ്റെ മിക്സും അതേപോലെ തന്നെ മുട്ടയുടെയും പഞ്ചസാരയുടെയും എല്ലാ ചേരുവയും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുവാണ്. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ എപ്പോൾ ചേർത്താലും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. നേരിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അതിപ്പോൾ ഏത് കേക്കിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരിച്ചെടുക്കാം. ഞാനിവിടെ സാധാരണ കേക്കിന് 1 തവണയായിട്ടോ അരിച്ചെടുക്കാറുള്ളൂ. 2-3 തവണയൊക്കെ അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ മിക്സിങ്ങിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മുടെ മൈദയുടെ മിക്സും അതേപോലെ തന്നെ മുട്ടയുടെയും പഴത്തിൻ്റെയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. എന്ന് കരുതി ഒരുപാടൊക്കെ കട്ടിയൊന്നുമില്ല, പാകത്തിന് ഒരു കേക്കിൻ്റെ പാകത്തിനായിട്ടുള്ള കട്ടി മാത്രമേ ഈ സമയത്തുള്ളൂ. ഉണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ, പാകത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്, അതുപോലെ പാം ഓയിലോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ സമയം ചേർത്ത് കൊടുത്തുന്ന ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുട്ടയുടെ കൂടെ അടിക്കുമ്പോൾ എളുപ്പത്തിൽ ആ പണി അങ്ങ് തീരുമല്ലോ, അത്രയേ ഉള്ളൂ. കുറച്ച് കാഷ്നട്ടും കൂടി ഇതപ്പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കാഷ്നട്ടൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി കേക്കിൻ്റെ മിക്സാണ്. ഉറപ്പായിട്ടും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ കേക്ക് ടീനിലേക്ക് മാറ്റി ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെച്ച് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ കേക്ക് ടീനിൽ എല്ലാ ഭാഗത്തേക്കും നിറച്ച് തന്നെ ഓയിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി നിറച്ച് തന്നെ ഓയിലൊന്ന് പറ്റി കൊടുക്കുക. ഇനിതാ ഈ കേക്ക് ടീനിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ റെഡിയാക്കാൻ വെക്കുന്ന ചീൻചട്ടി ഈ സമയം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓവനാണെന്നുണ്ടെങ്കിലും ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ടാപ്പ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഇതാ കണ്ടോ, നമ്മുടെ കേക്ക് ടിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അരഭാഗം അല്ലാന്നുണ്ടെങ്കിൽ 1/4 ഭാഗം ഒരിക്കലും നിറഞ്ഞു നിൽക്കരുത്. നന്നായിട്ട് ഒരു 3-4 തവണ ശരിക്കും ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് കളയുക. കണ്ടതാ, ഈ ഒരു അളവിൽ വേണം എപ്പോഴും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല, നമുക്ക് നേരെ അടുപ്പത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീൻചട്ടി എടുക്കുമ്പോൾ നല്ല കുഴിയുള്ള നല്ല കട്ടിയുള്ള ചീൻചട്ടി വേണം എപ്പോഴും എടുക്കാനായിട്ട്. കനം കുറഞ്ഞ ചീൻചട്ടി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നടുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മുടെ കേക്ക് ടിൻ അങ്ങ് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ റെഡിയാവാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് അത്ര മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും പൊങ്ങി പാത്രം നിറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ പാത്രം അങ്ങ് നിറഞ്ഞ് തന്നെ വരും കേട്ടോ. ഇനിയിപ്പോൾ റെഡിയായി വന്നോന്ന് അറിയാനായിട്ട്, ഉള്ളൊക്കെ റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലെ കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കോ ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം റെഡിയായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇത് പുറത്തേക്ക് ഇറക്കി വെച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് ആ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഇതേപോലെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ ഒരുപാട് തൊലിയൊക്കെ കറുത്ത് പഴുത്തു പോയ പഴം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിലും ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതേപോലെ അവർ പോലും അറിയാതെ കേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതിനകത്ത് വരുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം എടുത്താൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കേക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ കണ്ടോ, നല്ലതായിട്ട് സ്പോഞ്ച് പോലെ പഞ്ഞ് പോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാഷ്നട്ട് ചേർത്ത് കൊടുത്തപ്പോൾ അങ്ങ് നേരിട്ടല്ലേ ചേർത്ത് കൊടുത്തത്. മൈദയുടെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ചേർത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് അടി പോയി കിടക്കണ്ടായിരുന്നു കാഷ്നട്ട് മാത്രം. അപ്പോൾ നിങ്ങൾ കാഷ്നട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പോയി കിടക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണ് നമ്മുടെ കേക്ക്. നമ്മുടെ കത്തി വെച്ച് അങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നതെന്ന്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാഷ്നട്ട് കുറച്ചൊന്ന് അടി പോയി കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി മൈദയുടെ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്ത് അങ്ങ് ചേർത്താൽ മതി. കണ്ടോ, നല്ല പഞ്ഞി പോലെയായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് ശരിക്കും പൊങ്ങി നല്ല ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ കേക്കിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കേക്കൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പലതരത്തിലുള്ള കേക്ക് ആവിയിൽ വെക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ചീൻചട്ടിയിൽ റെഡിയാക്കാവുന്നതും ഓവനും ബീറ്ററും ഒക്കെ ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരുപാട് കേക്ക് വേറെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി വൈകുന്നേരം ചായക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.